ഉത്തർപ്രദേശിലെ ഹാത്രസ് ദുരന്തത്തിൽ ഭോലെ ബാബയുടെ 4 അനുയായികൾ കസ്റ്റഡിയിൽ. ഭോലെ ബാബയുടെ ആശ്രമത്തിൽ വീണ്ടും പോലീസ് പരിശോധന. ഉത്തർപ്രദേശ് പോലീസ് എടുത്ത കേസിന്റെ എഫ്ഐആർ പുറത്ത്. വിവരങ്ങളുമായി അച്യുതൻ ചേരുന്നു. അച്യുതൻ, എന്താണ് ഈ എഫ്ഐആറിന്റെ ഉള്ളടക്കം? എന്തൊക്കെയാണ് പോലീസ് നടപടിയുടെ പുരോഗതി? വേണു, ഈ ഹത്രസ് അപകടവുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണം പുരോഗമിക്കുന്നു. എന്തായാലും ഈ 2 ദിവസം പിന്നിടുമ്പോഴും ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. നിലവിൽ ലഭിക്കുന്ന വിവരപ്രകാരം 4 പേർ പോലീസ് കസ്റ്റഡിയിൽ എന്നുള്ളതാണ്. ഈ ഭോലെ ബാബയുടെ അനുയായികളായിട്ടുള്ള 4 പേരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലും ചില പരിശോധനകൾ ഇന്നും നടക്കുന്നുണ്ട്. പക്ഷേ ഈ അറസ്റ്റ് ഈ കേസിൽ ഇതുവരെയും ആരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. ഇന്നലെ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കിയത് ഇതിൽ കർശന നടപടി സ്വീകരിക്കുമെന്നാണ്. ഈ ഭോലെ ബാബയുടെ പേര് എഫ്ഐആറിൽ പരാമർശിക്കാത്തതിൽ സർക്കാർ നൽകുന്ന വിശദീകരണം ഈ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ജുഡീഷ്യൽ അന്വേഷണത്തിന് ശേഷം അന്വേഷണ റിപ്പോർട്ട് വന്നതിനു ശേഷം ആ റിപ്പോർട്ട് അനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ്. ആ റിപ്പോർട്ടിൽ ഭോലെ ബാബയുടെ പേരുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെയും കർശന നടപടികൾ സ്വീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അത്തരം നീക്കങ്ങൾ കൂടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ ചികിത്സയിൽ കഴിയുന്നവർ അതിൽ കുറച്ചു പേർ ഇപ്പോൾ ആശുപത്രി വിട്ട അവരുടേതായ വീടുകളിലേക്ക് മടങ്ങിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഈ ദുരന്തത്തിൻ്റെ ഞെട്ടൽ അത് ഹത്രസിൽ നിന്ന് മാറുന്നില്ല. കാരണം ഈ 121 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവം അത് അവിടെയുള്ള പരിസരവാസികളെ വരെ ബാധിച്ചിരിക്കുകയാണ്. ഈ ഭോലെ ബാബ സംഘടിപ്പിച്ച മതപ്രഭാഷണ വേദി, അതിൽ അനുമതിയിൽ ഉണ്ടായിരുന്ന 80,000 ആളുകൾക്കെങ്കിൽ അവിടെ 2 ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്തുകൊണ്ട് പലതരത്തിലുള്ള വീഴ്ചകൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വലിയ വിമർശനങ്ങൾ ഒരു ഭാഗത്ത് ഈ സംഭവവുമായി അപകടവുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. എന്നാൽ ഇതിൽ മറ്റൊരു വിവരം, ഉത്തർപ്രദേശ് സ്വദേശികൾ മാത്രമല്ല മരണപ്പെട്ടത് എന്നുള്ളതാണ്. ഹരിയാനയിലെ 4 പേരും മധ്യപ്രദേശ്, രാജസ്ഥാനിലെ ഓരോരുത്തരും വീതവും ഈ മരിച്ചവരുടെ കൂട്ടത്തിൽ പെടുന്നുണ്ട്. എന്തായാലും ഈ ധനസഹായം പ്രഖ്യാപിച്ചതടക്കമുള്ള കാര്യങ്ങൾ അവർക്കും നൽകും എന്നുള്ളതാണ് UP സർക്കാരും അറിയിച്ചിരിക്കുന്നത്. വേണു, അച്യുതനാണ് ഹാത്രസിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി ചേർന്നത്.